സ്റ്റാർ മാജിക്കിലെ ഇനിയുള്ള ഗെയിമിലേക്ക് പോകുന്നതിന് മുമ്പ് പലരുടെയും മനസ്സൊക്കെ ഞാൻ വായിച്ച് ബാക്ക് സ്റ്റേജിൽ നടക്കുന്ന പല കാര്യങ്ങളും കണ്ട് പല വെല്ലുവിളികൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ കണ്ടപ്പോ ഒരു കാര്യം തീരുമാനിക്കുകയാണ്. നമ്മൾ ചെറിയൊരു ഷഫ്ലിംഗ് നടത്താൻ പോവാ. ബിനീഷിന്റെ മനസ്സ് വായിക്കാൻ പറ്റില്ല. എന്താ? കാരണം അവൻ എഴുതാറില്ല. വായിക്കാൻ അറിയാൻ പാടില്ല. വായിക്കാൻ അറിയാലോ. അപ്പൊ എനിക്ക് വായിച്ചൂടെ? അല്ല എഴുതാനറിയില്ലല്ലോ. അതാണ് വായിക്കാൻ പറ്റൂ. അതായത് ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ഷഫ്ലിംഗ് നടത്താൻ വേണ്ടി പോവാണ്. അയ്യോ ഞങ്ങളെ പറയട്ടെ, ബാക്ക് സ്റ്റേജില് അനുവും ബിനിച്ചേട്ടനും കൂടെ ഭയങ്കര വാശേറിയ പോരാട്ടോ. അപ്പൊ ബിനിച്ചേട്ടൻ ഈ ഗെയിമിൽ ഞാൻ തന്നെ ആദ്യം ഇറങ്ങും, എന്നിട്ട് ഞാൻ ജയിച്ച് കളിച്ച് കാണിച്ചു തരുന്നൊക്കെ. ബിനിച്ചേട്ടാ ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങൾ മാന്യമായിട്ട് ചെയ്യണം. ഒരു ടീമിൽ 6 പേരുണ്ടായിരിക്കണം. അതെന്തായാലും ഉണ്ടായിരിക്കേണ്ടതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡിയർ നിയർ വൺസിന്റെ അടുത്ത് പോയിട്ട് ടീം ഫോം ചെയ്യാം. പക്ഷെ 6 പേരായിരിക്കണം. ആർക്കൊക്കെ എങ്ങനെയൊക്കെ എങ്ങടൊക്കെ വേണമെങ്കിലും പോവാം, ഷഫിൾ ചെയ്യാം. പക്ഷെ ഓരോ ടീമിലും 6 പേര് വെച്ചിട്ടുണ്ടാവണം. ഞങ്ങളെ മാൻഡ്രേക്കിലേക്ക് ഇല്ല. മാറൂല. നാണമില്ല നിങ്ങൾക്ക്. അവർക്ക് വാശിയാണെന്ന്. വാശിയൊന്നുമില്ല. ചേട്ടാ ചേട്ടൻ അങ്ങോട്ട് ഞാൻ ഇവിടെ ഇവർ ജയിക്കട്ടെ. അനുവിനും ആഗ്രഹമുണ്ട് മാറാൻ. അയ്യോ അയ്യോ ഈ പൂതന ഇവിടെ വേണ്ട. അയ്യോ വേണ്ട. അതെ, റൂൾ. ആരും അങ്ങനെ ഞങ്ങൾ ഇവിടെ തന്നെ മതി എന്ന് പറഞ്ഞത് പോലെ ഇരിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ബിനിച്ചേട്ടനെ വേണം. അപ്പൊ ബിനിച്ചേട്ടനെ അങ്ങോട്ട് വിളിക്കണോ? ഇവിടെ ചെന്നാൽ അടിയാണ്. അപ്പൊ ഇവിടെ ഇരുന്ന് വാങ്ങണമെങ്കിൽ ഞാൻ എന്റെ പിള്ളേരെ ഒരു പ്രാവശ്യമെങ്കിലും ശ്രമിച്ചിട്ട് ചേട്ടൻ ജയിക്കില്ല എന്ന് പറ. അന്ന് ജയിക്കും. ഇല്ലില്ല, ജയിക്കാൻ ഒരു ശ്രമം. റെഡിയാണോ? ഇവിടെ നടന്നിട്ടുണ്ട് കേട്ടോ. അതെ തങ്കച്ചൻ മതി, ഞങ്ങൾക്ക് ഇത് മതി. 1 2 3 4 5 6. അത് പറ്റൂല. അനുവിനെ ഞങ്ങൾക്ക് അന്ന് തോറ്റു ഞങ്ങള്. അനുവിനെ പറ്റൂല. അനുവിന് വേണ്ട. അവള് ഇവിടെ എങ്ങാനും വേണ്ട. പൊയ്ക്കോ. മെനക്കെട്ട പിള്ളേരെ കൊണ്ട് അതുകൊണ്ടാണ് നീ കസാര കളി വേണ്ട. പറയിപ്പിച്ചതല്ലേ? വേണ്ട. പഴയ ടീമിൽ കളിക്കാം. പഴയ ടീമിൽ കളിക്കാം. അതായത് വേണ്ടെന്നല്ലേ ഇൻഡയറക്ട്ലി പറഞ്ഞു. പഴയ ടീം പോലെ തന്നെ മതി എന്നുള്ളത്. ഞങ്ങൾക്ക് വേണ്ട. ഈ ആകാശത്തിന് കൊച്ചിനെ കൊണ്ടുപോകും. ഈ തോൽവിക്ക് കാരണം ഇവിടാണ്ട് അങ്ങ് തോറ്റ. ശരി, ബിനിച്ചേട്ടന്റെ ടീമിലേക്ക് ഞാൻ ഒരാളെയും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് എന്റെ ഭാഗത്തുനിന്ന് ഒരു സ്ട്രോങ് സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഞാൻ മിയക്കുട്ടിയെ, കാരണം മിയ നേരത്തെ ഗെയിം കളിക്കണ്ടായി, അടിപൊളിയായിട്ട് കളിക്കണ്ടായി. മിയക്ക് ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. മിയ നന്നായിട്ട് കളിക്കുന്നുണ്ട്. അപ്പൊ മിയയും കൂടെ ഇടയ്ക്ക് ഗെയിം കളിക്കാനായിട്ട് നിങ്ങളുടെ ടീമിലേക്ക് വരും. ഓക്കെ? അപ്പൊ കൊച്ചിനെ വിട്ട് ഞങ്ങളെ തോൽപ്പിക്കാനുള്ള ഒരു മിയ സീക്രട്ട് ആയിട്ട് എന്റെ അടുത്ത് പറഞ്ഞിട്ടതേ, ചേച്ചി എനിക്ക് ഗെയിം കളിക്കുന്നുണ്ട്, പക്ഷെ അടി കിട്ടൂ, അടി എനിക്ക് തരരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. മിയക്ക് അടിയൊന്നുമില്ല. മിയക്ക് ഇഷ്ടം കൊണ്ട് നമ്മൾ ഗെയിം കളിക്കാനായിട്ട് സമ്മതിച്ചിട്ടുള്ളതാ. ഓക്കെ, സെറ്റ്. അത് പ്രോമിസ് ആണ് കേട്ടോ. ഇപ്പഴും കുട്ടിക്ക് തങ്കുകൊണ്ടൊരു കാര്യം കുട്ടിക്ക് കിട്ടൂല. ലെവന് തങ്കൂന് നിറനിലയ്ക്ക് തലച്ചോറ് അടിക്കുന്നു. ഓക്കെ,